മൈ ചാനൽ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നാളത്തേക്ക് നമ്മുടെ സ്ഥലം ഇവിടെ ആയിരിക്കും. ഇന്നിപ്പം ഒരു ഷോപ്പിംഗ് ആണ്. നമ്മൾ രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചു, ഇപ്പം 12 മണിയായി. സോ അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുകയുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ ഉറക്കം എണീറ്റപ്പോൾ ഞങ്ങളെല്ലാവരും, ഞങ്ങൾ മീൻസ് ഞാനും അനിയനും, അവർ നേരത്തെ എണീറ്റ് ഇവിടെ തേങ്ങ വട്ടൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ പറമ്പിലവിടെ. അപ്പം അവരതൊക്കെ കഴിഞ്ഞ് നിൽക്കുവാണ്. അവരിപ്പം ലഞ്ച് കഴിക്കുവാണ്. ഞാനും എൻ്റെ ബ്രദറും ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതേ ഉള്ളൂ. ഇനി മരുന്ന് കഴിക്കണം. അത് കഴിച്ചിട്ട് നമുക്ക് റെഡി ആവണം. റെഡിയായി നമ്മൾ പുറത്ത് പോകണം. നമുക്ക് കുറേ ഷോപ്പിങ്ങിന് പോകണം. അമ്മയ്ക്ക് സാരി വാങ്ങണം മെയിനായിട്ട് പോത്തീസിൽ പോയിട്ട്. പിന്നെ അല്ലറ ചില്ലറ ഷോപ്പിംഗ്. ഞാൻ പറഞ്ഞത് എൻ്റെ റൂമിൽ വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ബെഡ്ഷീറ്റ് പുതിയത് വാങ്ങിക്കണം, കംഫർട്ടർ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഇപ്പോൾ റെഡിയായി നമ്മൾ പുറത്ത് പോവാണ്. ചാലയിലൊക്കെ ഒന്ന് പോകണം. കുറേ നാളായി എന്നോട് ചാലയിലൊന്നും പോകാറില്ല. ഇപ്പം ഇതിൻ്റെ കുത്തിന് ഞാൻ കുറേ നാളായി നമ്മൾ ചാലയിലേ പോകാറില്ല. ലൈക്ക് വർഷങ്ങളായി തോന്നുന്നു, 1 വർഷം എന്തോ ആയിട്ടുണ്ട്. ഞാനിതുവരെ ചാലയിൽ പിന്നെ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചു ഇന്ന് എന്തായാലും ചാലയിലൊന്ന് പോയി നോക്കാം. ഇന്ന് സൺഡേ ആണ്, ഓണം വെക്കേഷൻ്റെ ലാസ്റ്റ് ദിവസമാണ്, നല്ല തിരക്കായിരിക്കും. ബട്ട് സ്റ്റിൽ നമ്മൾ പോവാണ്. ഓക്കെ, ഐ ഡോണ്ട് നോ വാട്ട്സ് ഗോണ ഹാപ്പൻ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ റെഡിയാവാൻ പോകും. നമ്മളല്ല, ഞാനെല്ലാം പറയുന്നത് നമ്മളെന്ന് പറയുന്നു. ഞാൻ റെഡിയാവാൻ പോവാണ്. ഞാൻ എണ്ണ തേച്ച് കുളിച്ചു, ഷാമ്പു ഇട്ടിരുന്നു, പക്ഷേ അതിൻ്റെ എണ്ണയുടെ ഇത് പോയിട്ടില്ല. അതാണ് മുടി ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നത്. നമുക്കിനി ഔട്ട്ഫിറ്റ് ഡിസൈഡ് ചെയ്യാം. നിങ്ങൾ കുറേ പേരിനോട് ചോദിച്ചു ഹോൾ വീഡിയോ. സോ ഹോൾ വീഡിയോ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് പകുതി സാരികൾ ഞാൻ ഉപയോഗിച്ച് തുടങ്ങി. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു എന്നാണെങ്കിൽ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, മെയിനായിട്ട് വാങ്ങിച്ച ഡ്രസ്സുകളൊക്കെ കാണിച്ചു തരാമേ. ഈ ഒരു ടോപ്പ്, ഇത് ടോപ്പല്ല, ഇറ്റ്സ് എ ബിക്കിനി. ഇത് ഞാൻ അവിടെ നിന്നാണ് വാങ്ങിച്ചത്. ഇത് ബെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത്. ആൻഡ് ഈ ഒരു പിങ്ക് ടോപ്പ്. ആൻഡ് പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഈ വൈറ്റ് ടോപ്പ്. അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ ഇതിലുള്ളത് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. ആൻഡ് പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ഒരു ബെഡ്ഷീറ്റ് അല്ല, പില്ലോ കവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫാഷൻ സ്റ്റോറിൽ നിന്ന്. അപ്പം അത്. പിന്നെന്താ വാങ്ങിച്ചത്? പിന്നെ കുറച്ച് ഇന്നോവേഴ്സ് ഒക്കെയാണ് കേട്ടോ, അതൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് പാൻറ്റ് വാങ്ങിച്ചു. പാൻറ്റ്സ് മീൻസ് ഈ ഒരു പാൻറ്റൊക്കെ ഞാൻ അപ്പോഴാണ് സെയിൽ നിന്നാണ് വാങ്ങിച്ചത്. ആൻഡ് കുറേ സാധനങ്ങൾ അങ്ങനെ വാങ്ങിച്ചു. പക്ഷേ ഇതിൽ ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ചാൽ പോലും എനിക്കിപ്പോൾ അറിഞ്ഞൂടാ, ബിക്കോസ് വാങ്ങിച്ചപ്പോൾ കുറേ ദിവസമായി. അത് ഞാൻ പകുതി യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളത് പ്രോപ്പർലി. പിന്നെ ഈ ഒരു ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ബാഗ് ചാം കണ്ടോ, ഈ ഒരു ബാഗിലിടുന്ന ഈ ഒരു ചാം ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതൊന്നും യൂസൊക്കെ ചെയ്യാൻ തുടങ്ങിയോണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യാത്തത്. സോറി ഫോർ ദാറ്റ്. ഞാൻ ഓൾറെഡി ഒരു ഹോൾ വീഡിയോ ചെയ്തായിരുന്നു, ബട്ട് അത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഇതല്ലായിരുന്നു. അതാണ് അത് ഷൂട്ട് ചെയ്യാത്തത്. അപ്പോൾ നമുക്കിനി ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഏതിടണം എന്നുള്ളത് നോക്കണം. സോ അത് നോക്കാം. അപ്പോൾ ഇന്ന് മേല് കഴുകി. ഞാൻ ഫസ്റ്റ് കുളിക്കേണ്ട എന്നാണ് വിചാരിച്ചത്, ബിക്കോസ് ഇന്നലെ ലേറ്റായിട്ടാണ് കുളിച്ചിട്ട് കിടന്നതും. അപ്പം പക്ഷെ ഞാൻ പോയി ചുമ്മാ മേല് കഴുകി. ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. ചിലപ്പോൾ ഞാൻ മാറ്റും, എനിക്ക് അറിഞ്ഞൂടാ. ഇതിൽ ഭയങ്കര പിങ്ക് ആയിട്ടാണ് കാണുന്നത്. അത്രയും പിങ്ക് അല്ല, ബട്ട് സ്റ്റിൽ കുറച്ച് പിങ്കാണ്. എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ജിമ്മിൽ പോയി തുടങ്ങിയ ശേഷം എൻ്റെ വേസ്റ്റ് സൈസ് നന്നായിട്ട് കുറഞ്ഞു. എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ഹിപ്പിൻ്റെ ഈ ഒരു വേരിൽ ഇങ്ങനെ കേർവ് ഷേപ്പുണ്ട്. സോ ദാറ്റ് ഞാൻ വാങ്ങിക്കുന്ന ജീൻസൊക്കെ ഇവിടെയും ബാക്കിലും ലൂസായിരിക്കും. അതാണ് എൻ്റെ പ്രശ്നം. എൻ്റെ സൈസിന് ഇപ്പം തുണിയെടുത്ത് ജീൻസ് ഉണ്ടാക്കേണ്ട അവസ്ഥയാണ്. സോ അത് മാറ്റണം. ആൻഡ് ഇതാണ് ഞാൻ ഇട്ട ടോപ്പ്. എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ചിലപ്പോൾ ഞാൻ മാറ്റം കഴിയുമ്പോൾ ഐ ഡോണ്ട് നോ. ഇനി ഇതാണ്, ഇത് പുതിയ ടോപ്പാണ്. ഇതിൽ ലിങ്ക് ഞാൻ വേണമെങ്കിൽ കൊടുത്തേക്കാം താഴെ. ആൻഡ് ഈ ജീൻസ് ഇറ്റ്സ് ഫ്രം സ്റ്റുഡിയോ ഐ തിങ്ക്. അല്ല, ഇത് മിന്ത്രയിലാണ് പക്ഷേ എനിക്ക് ഓർമ്മയില്ല. കിട്ടുവാണെങ്കിൽ ലിങ്ക് താഴെ കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ ക്വിക്ക് മേക്കപ്പ്. മുഖത്ത് ഞാൻ ആകെ ടോണർ മാത്രം അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് മോയ്സ്ചറൈസറിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, ഇത് പുറത്ത് പോകുന്നതുകൊണ്ട് നല്ല വെയിലാണ്. അപ്പോൾ ഒരുപാട് ഇതൊന്നും നമുക്ക് വേണ്ട, കുറച്ച് മാത്രം. ഓക്കെ, പിന്നീട് സൺസ്ക്രീൻ എടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഓൾസോ സൺസ്ക്രീൻ ഇടണം കയ്യും കാലും. ഞാൻ ചെവിയിലും നെക്കിലൊക്കെ ഇട്ടു. ഓൾസോ നമ്മൾ കയ്യിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമുക്ക് സിമ്പിൾ മേക്കപ്പ് ചെയ്യാം. നോ കൺസീലർ, നോ ഫൗണ്ടേഷൻ, നത്തിങ്.
നമ്മുടെ ഓൾ ടൈം എറ്റ്യൂഡ് ഹൗസിൻ്റെ ടിൻറ്റ് എടുക്കണം. അത് അപ്ലൈ ചെയ്യണം. ഞാൻ ഈ പുരികത്ത് വരയ്ക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. ഇത് നമ്മുടെ ബ്ലൂ ഹാൻ്റെ സ്കൾപ്പ് ആൻഡ് സെറ്റ് ബ്രോ ജെല്ലാണ്. പക്ഷേ ഇത് എപ്പോഴും ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഞാൻ വാങ്ങിക്കാൻ നോക്കിയിട്ട് പക്ഷേ ഇതെൻ്റെ ഒരു ഫേവറേറ്റാണ്. പക്ഷേ ഇതേപോലെ നിങ്ങൾക്ക് കിട്ടും. എൽഫിലൊക്കെ ഉണ്ട്, അതേപോലെ നൈക്കയിലുണ്ട്, മേബിലിനിലുണ്ട്. സോ അതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയത്, ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു. ഐ ലുക്ക് ബ്രൗൺ കാജൽ ലൈനർ അത് നമുക്ക് ചെയ്യും. സോ ഒരു വിങ് വരച്ചിട്ടുണ്ട്, എങ്ങനെയൊക്കെ ശരിയാക്കി. നമുക്ക് നമ്മുടെ മസ്കാര ഇടാം. ഞാൻ കേളൊന്നും ചെയ്യില്ല, എപ്പോഴും ചെയ്യണ്ട. അതുകൊണ്ട് ഒരു ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഇവിടെ ഒന്നിങ്ങനെ ലൈക്ക് എടുക്കുക. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ലിപ്സ്റ്റിക്കിന് ഗ്ലോസ് ആക്കാം. ഇനി നമുക്ക് ഹെയറും കൂടെ സെറ്റ് ചെയ്തിട്ട് മൈ ഫൈനൽ ലുക്ക്. ഞാൻ ബാച്ച് നമുക്ക് ഇട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ മെസ്സാണ്. ഞാൻ ഉടുപ്പ് മാറ്റി, ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഈ ഒരു ഡ്രസ്സിലോട്ടാക്കി. ബിക്കോസ് കുറേ നാളായി ഞാൻ ഡ്രസ്സസൊക്കെ ഇട്ടിട്ട് എപ്പോഴും ക്രോപ്പ് ടോപ്പ് ജീൻസൊക്കെയാണ് ഇടുന്നത്. സോ യാ, ദിസ് മൈ ഫൈനൽ ലുക്ക്. പിന്നെ നമ്മൾ നേരെ അങ്ങോട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങി. ഞങ്ങൾ വാങ്ങിക്കാൻ പോയ സാധനം കിട്ടിയില്ല, ബാക്കി വേറെ എന്തൊക്കെയോ വാങ്ങിച്ചു. അവന് ചെരുപ്പ് വാങ്ങിക്കാണ്ടായിരുന്നു, ചെരുപ്പ് വാങ്ങിച്ചു. പിന്നെ എനിക്ക് കുറച്ച് അവിടെ ഞങ്ങളൊരു അടിപൊളി ഒരു കമ്മലവിടെ കണ്ടുപിടിച്ചു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കമ്മൽ ഞങ്ങൾക്ക് വാങ്ങിച്ചു. പിന്നെ കുറച്ച് പേർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചു. പിന്നെ വേറൊരാൾക്ക് ഗിഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുട്ടിക്ക് ഒക്കെ ബാർബി ഡോൾ വേണമെന്നാണ് പറഞ്ഞത്. കുഞ്ഞല്ല, ബട്ട് ബാർബി ഡോൾ വേണമെന്ന് പറഞ്ഞു. അപ്പം അവൾക്കത് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ ബർത്ത് സ്റ്റോണിൻ്റെ അനുസരിച്ചിട്ടുള്ള റിങ്സ് നമുക്ക് തരും. അത് എന്തൊക്കെയോ അവർ ചെയ്തിട്ടാണ് തരുന്ന സംഭവം. അപ്പം നമ്മളെല്ലാവരും നമ്മുടെ ബർത്ത് സ്റ്റോൺ അനുസരിച്ച് ഓരോന്ന് വാങ്ങിച്ചു. എൻ്റെത് ബ്ലൂ സഫയറും യെല്ലോ സഫയറും ആയിരുന്നു. അപ്പോൾ ഞാൻ യെല്ലോ സഫയറാണ് ചൂസ് ചെയ്തത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് സ്മാർട്ട് ബസാറിൽ പോയി. അവിടുന്ന് എനിക്ക് മെയിനായിട്ട് ബെഡ്ഷീറ്റ് വാങ്ങിക്കാനുണ്ടായിരുന്നു. എൻ്റെ റൂമിൽ ഞാൻ പറഞ്ഞില്ലേ റൂം ടോറൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് ഞങ്ങൾ ബെഡ്ഷീറ്റ് നോക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ കുറേ നാൾ തപ്പി നടന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു പിങ്ക് കളർ ബെഡ്ഷീറ്റ്. അതെനിക്ക് എവിടെ നിന്നും കിട്ടിയില്ല. ലാസ്റ്റ് എനിക്ക് അവിടെ നിന്ന് കിട്ടി. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു. അപ്പോൾ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിൽ വന്നു. സോ ഇന്നത്തെ എൻ്റെ മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടാവില്ല, വളരെ കുറച്ച് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതൊന്നും പോയിട്ടില്ല, അതൊക്കെ അവിടെ തന്നെ ഉണ്ട്. ലൈക്ക് കുറച്ചൊന്നും ഡ്യൂയി ആയിട്ടുണ്ട്. അത് ഓയിലി സ്കിൻ ആയതുകൊണ്ടാണ്. ഡ്യൂയി അല്ല, ഓയിലി ആയതുകൊണ്ടും പറയാം. പിന്നെ തലയിലും കുറച്ച് ഓയിലാണ്. ആൻഡ് ഞാൻ പിന്നെ ഈ ഒരു റിങ് വാങ്ങിച്ചു, നിങ്ങൾ വ്ളോഗിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബർത്ത് സ്റ്റോൺ വെച്ചിട്ട് അവർ തരും. എനിക്ക് ബ്ലൂവും യെല്ലോവും ആയിരുന്നു. സോ ഞാൻ എടുത്തത് ഇതാണ്, ഒരു കോൾ ഓക്കെ. ഇപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഹോൾ വീഡിയോ കാണിച്ചിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. വളരെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. ഞാൻ മുട്ടി പിടിച്ച് വാരി കെട്ടി വെച്ചു. സോ വളരെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് കാണിച്ച് തരാം. ഇത് ലാസ്റ്റ് കാണിക്കാം. ഓക്കെ, ഫസ്റ്റ് ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ കുറേ തപ്പിയതാണ്. ഈ പ്ലെയിൻ പിങ്ക് ബെഡ്ഷീറ്റ്. പക്ഷെ എനിക്ക് ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല. സോ ഇന്ന് എനിക്ക് നല്ല ഓഫറിന് കിട്ടി. ഇത് സ്മാർട്ട് ബസാറാണെന്ന് തോന്നുന്നു. സ്മാർട്ട് ബസാറിനാണ് ഞാനിത് വാങ്ങിച്ചത്. സോ ഈ ഒരു ബെഡ്ഷീറ്റ് ഇത് തപ്പി പോയി കിട്ടി. പിന്നെ കുറേ സ്നാക്സ് മേടിച്ചു, അതൊന്നും ഞാൻ കാണിക്കില്ല. ഇത് പിന്നെ എൻ്റെ മുഖത്ത് ഞാൻ കോഫി വെച്ച് ഫേസ് മാസ്ക് ഇടും, അത്. പിന്നെ ഒരു സാനിറ്ററി നാപ്കിൻ. പിന്നെ ഇത് ഒരു സെറ്റ് ഓഫ് പേന. ഇത് കളർ പേനയല്ല, ബ്ലൂ പെന്നാണ്, ബട്ട് കളർഫുൾ ബ്ലൂ പെന. ഓക്കെ, അപ്പം അത്രയാണ് അല്ലറ ചില്ലറ സാധനങ്ങൾ. ഇനി കുറച്ച് കമ്മൽ വാങ്ങിച്ചു. ഞങ്ങൾ ചാലക്കകത്ത് പോയല്ലോ. അപ്പോൾ അതിനകത്ത് ഒരു മിക്ക കടകളും ക്ലോസ്ഡ് ആയിരുന്നു. ബിക്കോസ് ഇന്ന് സൺഡേ ആണ്, ഓണത്തിൻ്റെ ഹാങ് ഓവറാണ് അധികം. അങ്ങനെ അതുകൊണ്ട് കടകൾ ഓപ്പൺ അല്ല. പക്ഷെ ഓപ്പൺ ആയെടുത്ത് ഞങ്ങളൊരു അടിപൊളി കട കണ്ടുപിടിച്ചു. ഞങ്ങളെല്ലാവരും കമ്മലെടുത്തു. ഭയങ്കര വിലക്കുറവാണ്. ഈ കമ്മലൊക്കെ ഓൺലൈനിലാണെങ്കിലും ഞാൻ വേറെ ട്രിവാൻഡ്രത്ത് ഒരു ഷോപ്പ് പറഞ്ഞിട്ടുണ്ട് കമ്മൽ വില, അവിടത്തേനെക്കാട്ടിലും വില കുറവാണെന്ന് എനിക്ക് തോന്നി. സോ ഞാൻ കുറേ വാങ്ങിച്ചു. ഞാനാണ് ഏറ്റവും കൂടുതൽ വാങ്ങിച്ചത്. ഫസ്റ്റ് ഈ ഒരു മാല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ, ഫോക്കസ് ആവില്ല. അതാ, ഇതാണ് എൻ്റെ കളർ, ഒരു ഗ്രീൻ വന്നിട്ടുള്ള ഒരു. ഇപ്പം എനിക്ക് ഇങ്ങനത്തെ മാല എന്തോ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ച മാലയാണ്. സോ അപ്പം അതിൻ്റെ ഇതേപോലെ ഇത് സിൽവറാണ്, വേറൊന്ന്. ദെൻ ഇങ്ങനത്തെ ഝുംക്ക. അയ്യോ, ഇത് ഗേൾസിൻ്റെ വീക്ക്നെസ് ആണ്, അറിയാവുന്നവർക്കറിയാം. കാണിച്ചു തരാം. എന്ത് രസമാണെന്ന് നോക്കൂ.
ഇപ്പം താഴെ പോയത് കണ്ടോ. അത്യാവശ്യം വലിയ സൈസാണ്, നല്ല രസമാണ്. ഒരു സിമ്പിളായിട്ട് കുർത്തിക്കിട്ട് ഇത് മതി സ്റ്റൈൽ ചെയ്യാൻ. അതിൻ്റെ തന്നെ വളരെ പക്ഷേ അതിൻ്റെ തന്നെ പല പല കളർ ഞാൻ വാങ്ങിച്ചു, പല പല ഡിസൈൻ. ഫുള്ളി ഗോൾഡ്. ഇതൊക്കെ ഞാൻ ലുലു എന്നാണ് ഫസ്റ്റ് ഇതേപോലത്തെ ഒരെണ്ണം വാങ്ങുന്നത്. അതിന് ഞാൻ ഓൾമോസ്റ്റ് ഒരു 250 200 സംതിങ് കൊടുത്തു. പക്ഷെ ഇതൊക്കെ ഭയങ്കര 100 അത്രയൊക്കെ ഉള്ളൂ. ലൈക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കണ്ടോ. ഇത് ഫുൾ ഗോൾഡാണ്. ആൻഡ് ഇത്തിരിയും കൂടെ വലുതാണ് അടുത്തത്. ഇത് കേട്ടോ, ഇത് ഇച്ചിരിയും കൂടെ വലുതാണ്. എനിക്കിഷ്ടമാണ്. എൻ്റെ മുഖം വലുതായതുകൊണ്ട് വലിയ കമ്മൽ എനിക്ക് ചേരും. സോ അപ്പം എന്നാണ് ഇവിടെയുള്ള എല്ലാവരും പറയാറ്. ഞാനാണ് ഇവിടെ ഏറ്റവും വലിയ കമ്മലുകൾ ഇടുന്നത്. അപ്പോൾ അതെ ഇത് ബ്ലാക്കാണ്. ബ്ലാക്കിൽ ഗോൾഡ് വന്നിട്ടുള്ളത്. ആൻഡ് എനിക്ക് ഇതിൻ്റെ റെഡ് ഉണ്ട്, റെഡ് സിൽവർ ഉണ്ട്, ബ്ലൂവും ഗോൾഡും ഉണ്ട്, ബ്ലാക്കും സിൽവറും തന്നെ ചെറുതുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കമ്മൽ. ജുംക്ക ആൻഡ് വേറെയും ഇതൊരു ജുംക്ക തന്നെയാണ്. ഇതൊരു റെഡ് കളറാണ്, ഒരു കുന്തൻ സ്റ്റോൺസ് വന്നത്. ഇതൊക്കെ ഭയങ്കര വിലക്കുറവാണ്. ഓക്കെ, അടുത്ത് ഭയങ്കര വിലക്കുറവല്ല, ബട്ട് അടുത്ത് ഇതെന്ത് രസമാണ് നോക്ക്. ഇതൊക്കെ ഇട്ടാൽ മതി. ഒരു ഗോൾഡ് നമുക്ക് യൂഷ്വലി ഇതിൽ സിൽവറേ കിട്ടുകയുള്ളൂ, ഗോൾഡ് അധികം നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇത് കേട്ടോ എന്ത് രസമാണ്. അതിൻ്റെ ഇത് ഭയങ്കര വെയിറ്റും ഇല്ല, ഭയങ്കര വെയിറ്റ്ലെസ് അല്ല, ബട്ട് സ്റ്റിൽ ഞാൻ നല്ല വെയിറ്റുള്ള കമ്മലിടുന്ന ഒരാളാണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഒട്ടും വെയിറ്റ് ഇല്ല. ഞാൻ വേർക്കുന്നുണ്ട്, ബിക്കോസ് AC ഫാൻ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല, നാച്ചുറൽ ലൈറ്റിലാണ് കാണിക്കുന്നത്. ഇത് ഒരു ഡാർക്ക് പിങ്ക് പോലത്തെ. ആൻഡ് ദെൻ ലാസ്റ്റ് കമ്മൽ കഴിക്കും. ഇത് നല്ല വലുതാണ്. എനിക്കിതിൻ്റെ ഇത് അത്ര ഇഷ്ടപ്പെടില്ല, പക്ഷെ എനിക്ക് ഈ ഒരു പോർഷൻ ഇഷ്ടപ്പെട്ടു. ഇത് അതെനിക്ക് രസമുണ്ട്. പിന്നെ ഞാൻ വില ചോദിച്ചപ്പോൾ 150 എന്തോന്ന് പറഞ്ഞത്. അപ്പം ഞാൻ പിന്നെ ഇതെടുത്തു. നല്ല രസമില്ലേ ഇട്ട്. അത്യാവശ്യം വലിയ ഞാൻ എപ്പോഴും മാല എല്ലാം കൂടെ ഇടാറില്ല. മിക്കവാറും ടൈമുകളിൽ ഞാൻ ഒറ്റ കമ്മലായിട്ടാണ് ഇടുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ അത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത്. സോ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു. ആൻഡ് ഇനി നമ്മൾ എല്ലാവരും കുക്ക് ചെയ്യും, ഫുഡ് കഴിക്കും, കയറി കിടന്ന് ഉറങ്ങും. ബിക്കോസ് നാളെ രാവിലെ 4 മണിക്ക് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകാൻ പ്ലാനുണ്ട്. ബിക്കോസ് എനിക്ക് കുറേ ആയിട്ട് ഇങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകണം എന്നിങ്ങനെ ഒരു തോട്ട്. പിന്നെ നമ്മൾ വൈകിട്ട് ഒന്നെങ്കിൽ കുറച്ച് വൈകുന്നേരം ഒരു 5-6 മണിയൊക്കെ പോയാൽ നല്ല തിരക്കായിരിക്കും. ഒന്നെങ്കിൽ നമ്മൾ നല്ല ലേറ്റായിട്ട് ഒരു 7-8 മണിക്ക് പോകണം, അല്ലെങ്കിൽ മോർണിംഗ് പോകണം. അപ്പം വലിയ തിരക്ക് കുറവായിരിക്കും എന്നാണ് ഞാൻ അറിഞ്ഞൂടാ. നാളെ മൺഡേ ആണ്, അപ്പം വലിയ തിരക്കുണ്ടാവില്ല എന്ന് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. നാളെ സ്കൂൾ തുറക്കും ബട്ട് ഞാൻ നാളെ സ്കൂളിൽ പോകുന്നില്ല. ബിക്കോസ് നമുക്കിവിടെ ഒരു അടുത്തൊരു ക്ലോസ് റിലേറ്റീവിൻ്റെ ഒരു കല്യാണമുണ്ട്. സോ എനിക്കതിന് പോകണം. ആൻഡ് അവൻ പക്ഷേ നാളെ ഹോസ്റ്റലിൽ പോവും. അവനെ പാക്ക് ചെയ്യും പാവം. ബിക്കോസ് അവൻ 13th അവൻ്റെ ബർത്ത്ഡേ ആണ്. സോ അവന് വീണ്ടും വരണമെങ്കിൽ അവൻ നാളെ പോയാലേ പറ്റുള്ളൂ. അതർവൈസ് 10th കൂടിയാണ്, നമ്മൾ ക്ലാസ്സും കൂടെ നോക്കണം അവൻ്റെ. അങ്ങനെ അവൻ പോവും, മോളിയമ്മ നാളെ പോവും. ആൻഡ് പിന്നെന്താ, നാളെ ഞാൻ സ്കൂളിൽ പോയില്ല, പക്ഷെ കല്യാണത്തിന് പോവും. പിന്നെ മറ്റന്നാൾ മുതൽ ക്ലാസ്, പിന്നെ ബാക്ക് ടു നോർമൽ. ഓണം എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പോയി. സത്യം പറഞ്ഞാൽ ഓണം വെക്കേഷൻ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കിടന്ന് ഉറങ്ങണം എന്നായിരുന്നു. നല്ലോണം കിടന്ന് ഉറങ്ങണം, ഒരു 2 മണിവരെയൊക്കെ സൂപ്പറായിട്ട് കിടന്ന് ഉറങ്ങണം എന്നായിരുന്നു എൻ്റെ പ്ലാൻ. അതൊന്നും നടന്നിട്ടില്ല. ഞാൻ സ്കൂളുള്ള സമയത്ത് ഞാൻ ഇതിൽ സൂപ്പറായിട്ട് ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. സത്യമായിട്ടും സ്കൂളുള്ള മീൻസ് സാറ്റർഡേ സൺഡേ ഒക്കെ വരുമല്ലോ, ആ സമയത്തൊക്കെ ഞാൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങി. ഞാൻ ഓണം വെക്കേഷൻ ഉറങ്ങണം എന്ന് വെച്ചാൽ നടന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ. എൻ്റെ അമ്മോ, ഷോപ്പിങ്, പിന്നെ നമ്മൾ ഇവിടെ ഓണത്തിൻ്റെ പ്രിപ്പറേഷൻസ്, ക്ലീനിങ്. അതിൻ്റെ ഇടയിൽ ഒരു ദിവസം എനിക്കൊരു ഇച്ചിരി ഗ്യാപ്പ്. പിന്നെ 3-4 ഓണ ഫംഗ്ഷൻ എനിക്ക് അറ്റൻഡ് ചെയ്യണ്ടായിരുന്നു. സ്കൂള്, അമ്മയുടെ ഓഫീസ്, ജിമ്മ്, അങ്ങനെ അത് കുറേ. അങ്ങനെ ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു. ഫൈനലി അതൊന്നൊക്കെ ഒരു മോചനമായിട്ടുണ്ട്. നമ്മൾ സ്കൂളിൽ പോകണം, പേപ്പർ തരും, എനിക്ക് വേണ്ട. അയ്യോ, അപ്പം അത്രയൊക്കെ ഉള്ളൂ. ആൻഡ് ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കുറച്ച് ലെങ്ത് ആയി പോയല്ലേ. എനിവേ, അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.